إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി മുത്തഖികളായി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ മുത്തഖികളുടെ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു ഇബാദത്തായി പഠിപ്പിച്ച കാര്യമാണ് നേർച്ച എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ നേർച്ച നേർന്നാൽ അത് വീട്ടുന്ന ആളുകളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏതൊരു ഇബാദത്തിനെയും വികലമാക്കിയതുപോലെ നമ്മുടെ സമുദായത്തിലെ മതത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ തൗഹീദും ഇസ്ലാമിൻ്റെ സുന്നത്തുമെല്ലാം വികലമാക്കി അതേപോലെ തന്നെ നേർച്ച എന്ന് കേൾക്കുമ്പോൾ, നേർച്ചക്കാർ എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ചിത്രമുണ്ട്. അതൊരു മക്ബറയും ഒരു ജാറും മൂടലും പ്രയാസങ്ങളും അതേപോലെ തന്നെ ദുരിതങ്ങളുമെല്ലാം സങ്കടങ്ങളുമെല്ലാം പറയപ്പെടുന്നൊരു കേന്ദ്രം, ഒരു കെട്ടിപ്പൊക്കിയ ഖബർ അവിടെ പച്ച മൂടിയിട്ടുണ്ട്. ആ ഖബറും പരിസരങ്ങളും അതേപോലെ തന്നെ ആ പള്ളിയുമെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ നേർച്ചപ്പെട്ടിയും അതേപോലെ തന്നെ നേർച്ചയ്ക്ക് വേണ്ട സാമഗ്രികളുമായി വരുന്നു. കരിമരുന്ന് പ്രയോഗവും ആനയും അമ്പാരിയും ശിങ്കാരിമേളവും DJ പാർട്ടികളും ഒരു പൂരപ്പറമ്പിൽ നടക്കുന്നത് അതെല്ലാം നടക്കുന്ന ഒരു നേർച്ചക്കാർ ആണ്ട് നേർച്ചയൊക്കെയാണ് നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ യാഹൂത്തങ്ങൾ
എന്ന വ്യക്തിയുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന ഇടഞ്ഞു, കുറേ ആളുകൾക്ക് പരിക്കേറ്റു, തിക്കിലും തിരക്കിലും വലിയ പ്രയാസങ്ങളുണ്ടായി. ഒരു വ്യക്തിയെ ആന ചുഴറ്റി എറിഞ്ഞു, മാരകമായി പരിക്കേറ്റ് അയാൾ കിടക്കുകയാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു ഇബാദത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. ഇത് കാണുന്ന മറ്റു മതസ്ഥർ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ എന്തു മനസ്സിലാക്കും? എന്താണ് നേർച്ചയും ഈ കബറും കബറാരാധനയും പെട്ടിവരവും, അതേപോലെ തന്നെ ഒരു പൂരപ്പറമ്പ് പോലെ അവിടെ സർക്കസും അതേപോലെ യന്ത്രഊഞ്ഞാലും ഇങ്ങനെയെല്ലാമുള്ള ഒരു ഇബാദത്തിൻ്റെ മേമ്പൊടിയായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ റബ്ബ് പഠിപ്പിച്ച ഈ ഇബാദത്ത് എന്താണ്? നേർച്ച എന്ന ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് അന്നദർ എന്ന വാക്കിന് അർത്ഥം, നമ്മൾ കേട്ട വാക്കാണ് അന്നദർ എന്ന വാക്ക്. അതിന് വാഗ്ദാനം, ഭയം, നിർബന്ധമാക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അഥവാ ഇസ്ലാമിൽ നബി പഠിപ്പിച്ച ഒരു സുന്നത്തായ കർമ്മം, പുണ്യകർമ്മമായൊരു കർമ്മം, അത് ഞാൻ നിർബന്ധമായും ചെയ്യും എന്നൊരാൾ ശപഥം ചെയ്യലാണ് നേർച്ച. ഞാനൊരു അനാഥന് സാമ്പത്തികമായി സഹായിക്കും, പള്ളിക്ക് മദ്രസയ്ക്ക് ഇത്ര കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കും. അങ്ങനെ ഇസ്ലാമിൽ സുന്നത്തായി പഠിപ്പിച്ച ഒരു പുണ്യകർമ്മം അത് നിർബന്ധമായും ചെയ്യും എന്ന് പറഞ്ഞ് ശപഥമെടുക്കലാണ് നേർച്ച. ഇങ്ങനെ ശപഥമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് നിർബന്ധമായി, അയാളത് ചെയ്യൽ നിർബന്ധമായി. ചെയ്യാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാണ്. അയാൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. സത്യവിശ്വാസികളായ ആളുകൾ, പരലോകത്തെ ഭയപ്പെടുന്ന ആളുകൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടുന്ന ആളുകളാകുന്നു. സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇപ്രകാരം സൂചിപ്പിക്കുകയുണ്ടായി, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു വമാ ലിൽളാലിമീന മിൻ അൻസാർ വമാ അൻഫഖതും മിൻ നഫഖത്തിൻ. നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുണ്ടോ, ഔ നദർതും മിൻ നദ്രിൻ, നിങ്ങൾ എന്തൊന്ന് നേർച്ചയാക്കുന്നുണ്ടോ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. പാഴായി പോകുന്ന പ്രശ്നമില്ല. ഈ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യേണ്ടതാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും ആണും പെണ്ണും കൂടിക്കലർന്ന് അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് ഒരു പെണ്ണ് ഇബാദത്തെടുക്കാൻ വരുന്നത്, നമസ്കരിക്കാൻ വരുന്നത്, ഖുത്ബ കേൾക്കാൻ വരുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, റസൂലുള്ളാഹിന്റെ സഹാബത്ത് പഠിപ്പിച്ചു, അഹ്ലുസുന്നയുടെ ഇമാമുകൾ പഠിപ്പിച്ചു. ഇന്നും റസൂലുള്ളാഹിന്റെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും പെണ്ണുങ്ങൾ ഈ പറയുന്ന സമയത്തും അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പെണ്ണ് പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് പറഞ്ഞ് പെണ്ണിന് പള്ളി വിലക്കുന്ന ആളുകളാണ് നേർച്ച പറമ്പിലേക്ക് ആണും പെണ്ണും കൂടിക്കലർന്ന് എല്ലാവിധ ഹറാമുകളും ചെയ്തു കൂട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ ദീനിന്റെ പേരിലാണ് ഇത് നടക്കുന്നത്. അവിടെയാണ് ഈ ആനകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അത് അവിടുന്ന് വയലൻ്റ് ആകുന്നു, ജനങ്ങൾക്ക് ജീവഹാനി വരുന്നു, മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇസ്ലാം ദീനിൻ്റെ ഇബാദത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരാണ്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഅഹ്. ആരെങ്കിലും അള്ളാഹനെ അനുസരിക്കാൻ ഒരു ഇബാദത്ത് എടുത്ത്, അള്ളാഹ് പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ഒരു ഇബാദത്ത് ഞാനത് നിർബന്ധമായും ചെയ്യും എന്ന രീതിയിൽ നേർച്ചയാക്കുകയാണെങ്കിൽ അവൻ നേർച്ച വീട്ടട്ടെ. നമ്മൾ പറഞ്ഞു, ഒരു സുന്നത്തായ കാര്യമാണ് നേർച്ചയാക്കേണ്ടത്.
ഫർള് നേർച്ചയാക്കുന്ന പ്രശ്നമില്ല. അത് നിർബന്ധമായും നേർച്ചയാണ്, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ നാളെ സുബഹി നമസ്കരിക്കും എന്ന് നേർച്ചയാക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഞാൻ നാളെ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കും, അത് സുന്നത്താണ്. പക്ഷെ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്ത് അയാൾക്ക് നിർബന്ധമായി, ഇല്ലെങ്കിൽ അയാൾ പ്രായശ്ചിത്തം കൊടുക്കണം. വമൻ നദറ അൻ യുതീഅഹു വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി, അങ്ങനെയാണെങ്കിൽ അവൻ നേർച്ച വീട്ടാൻ പാടില്ല, അത് ഹറാമാണ്. ഒരാൾ കുടുംബം കലക്കാൻ വേണ്ടി നേർച്ചയാക്കി, ഒരു അക്രമം ചെയ്യാൻ വേണ്ടി, ഒരാളെ കൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി, അതേപോലെ തന്നെ ഒരാളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നേർച്ചയാക്കി, അങ്ങനെയൊക്കെ ഉണ്ടാകാം. സിഹ്ർ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി. അങ്ങനെ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഹറാമായ കാര്യങ്ങൾക്ക് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എന്താ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ കാര്യം ഞാൻ നിർബന്ധമായും ചെയ്യും. സാമ്പത്തികമായി പിന്നെ ഒരാളെ സഹായിക്കലോ, അല്ലെങ്കിൽ ഒരു ദീനിനൊരു ഖിദ്മ ചെയ്യലോ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഒരു സേവനം ചെയ്യലോ, ഒരു സർവീസ് ചെയ്യലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇബാദത്ത് ചെയ്യലോ ആണ് നേർച്ച. ഇത് ആരുടെ പ്രീതിക്കാണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കാണ്. ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് പരലോകം സംരക്ഷിക്കുന്നു, അതാണ് നേർച്ച. എന്നാൽ ഇന്ന് ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംബിയ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള നേർച്ച, അവരുടെ ആണ്ട് നേർച്ച, അതെന്താണ്? മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഇത്ര പൈസ ഞാൻ കൊടുക്കുന്നു, മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ടിനെ അറുക്കാൻ വേണ്ടി ഞാനൊരു ആടിനെ നേർച്ചയാക്കുന്നു, യാഹൂ തങ്ങളുടെ ആണ്ടിനെ നേർച്ചയാക്കാൻ വേണ്ടി ഞാനൊരു കോഴിയെ അറുക്കാൻ വേണ്ടി കോഴിയെ നേർച്ചയാക്കുന്ന, അറുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കും. ഈ നേർച്ച ശിർക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും അല്ലാഹുവിൻ്റെ പൊരുത്തവുമാണ് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്. അറബ് എന്നുള്ള ഇബാദത്ത്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരം, വനുസുക്കി എൻ്റെ അറിവ്, എൻ്റെ ദാനധർമ്മങ്ങൾ, എൻ്റെ അറിവ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ സർവ്വ ഇബാദത്തുകളും ആർക്കാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അത് അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ അതേപോലെ തന്നെ ജാറങ്ങളിലോ മഖബറുകളിലോ കിടക്കുന്ന ആളുകൾക്കല്ല, അവരുടെ പ്രീതി ആഗ്രഹിച്ചുമല്ല. പ്രീതി ആരുടേതാണ് ആഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ മഹാന്മാരായ ആളുകൾക്ക് നേർച്ചയാക്കുന്നു, അവരുടെ പേരിൽ അറിവ് നേർച്ചയാക്കുന്നു. പറയുമ്പോൾ പറയും, ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ അറുക്കുന്നത്. അറുത്ത ആ മാംസം അത് പാവങ്ങൾക്കാണല്ലോ കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കൂലി കിട്ടണം എന്നുള്ളത് നിലക്കാണല്ലോ ഞങ്ങൾ കൊടുക്കുന്നത്. അത് മാത്രമാണോ? അത് മാത്രമാണ് അല്ല. ഈ ഷെയ്ഖിൻ്റെ ഒരു നോട്ടം ഉണ്ടാകണം. എൻ്റെ ഭാവി ജീവിതത്തിൽ ഷെയ്ഖ് ഇടപെടും, എന്നെ ഷെയ്ഖിൻ്റെ ആണ്ടിൻ്റെ അന്നാണല്ലോ അർത്ഥത്. അള്ളാഹിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി എന്നും അറക്കാലോ, എന്നിട്ട് പാവങ്ങൾക്ക് കൊടുക്കാലോ. അപ്പം ഷെയ്ഖിൻ്റെ ആണ്ടിൻ്റെ അന്ന് ഷെയ്ഖിൻ്റെ പേരിൽ നേർച്ചയാക്കി, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും സന്തോഷമാകും, ഷെയ്ഖിനും സന്തോഷമാകും. അതൊരു നല്ല കാര്യമല്ലേ? അതിനാണ് ഷെയറിങ് എന്ന് പറയുന്നത്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അറബി ഭാഷയിലേക്ക് വരുമ്പോൾ ഷിർക്ക് എന്നാണ്. പങ്കു ചേർക്കൽ. അള്ളാഹിന് കൊടുക്കേണ്ട ഇബാദത്തിൽ, ആ ഇബാദത്തിൽ അള്ളാഹു സംതൃപ്തനാകണം. അതേപോലെ തന്നെ ഏത് ഷെയ്ഖാണോ, ഏത് ബീവിയാണോ, ഏത് ഖ്വാജിയാണോ, ഏത് തങ്ങളാണോ, അല്ലെങ്കിൽ ഏത് ശക്തിയാണോ, അവരും എന്നിൽ സംതൃപ്തമാകണം. അതിനാണ് ഞാൻ അവരുടെ ദിവസം അറക്കുന്നത്. അതിന് ഷിർക്കാണ്. അതിന് ഷിർക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ലോകത്തുള്ള ഏറ്റവും വലിയ തെറ്റ്, കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തിലേക്കാളും പലിശ വാങ്ങുന്നതിനേക്കാളും എന്ത് ഹറാമിനേക്കാളും വലിയ തെറ്റ്, അല്ലാഹ് പൊറുക്കാത്ത തെറ്റ്, ഇബാദത്തൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കണം എന്നാണ്. ഈ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഷിർക്ക് ജീവിതത്തിൽ വരരുത്, ഷിർക്ക് വരാൻ പാടില്ല, അല്ലാഹ് പൊറുക്കൂല. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പാതകമാണ്. അങ്ങനെ ഷിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് അല്ലാഹ്ക്കും മറ്റുള്ളവർക്കും
അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കുന്ന പ്രശ്നമില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തവർക്ക് അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇസ്തറാ ഇസ്മൻ അളീമാ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നുണ്ടെങ്കിൽ അവൻ വമ്പിച്ച ഗുരുതരമായ പാതകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കെട്ടിവെച്ചിട്ടുള്ളത്. ഒന്നും ന്യായീകരിക്കണ്ട, ഒരു ന്യായീകരണവുമില്ല. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച നേരാൻ, അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ, അവരുടെ പ്രയാസം പറയാൻ, ആവലാദികളും വേവലാദികളും പറയാൻ, ജാറം മൂടിപ്പൊന്തിക്കാൻ, അവിടെ ജാറം മൂടാൻ, ഖബർ കെട്ടിപ്പൊക്കാൻ, പ്രയാസങ്ങൾ അവിടെ പറയാൻ. ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹുവിൻ്റെ പ്രയോഗമാണ്. അല്ലാത്ത ഒരാളുകൾക്ക് അല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഈ തേട്ടം, അത് കൊടുക്കാൻ ഒരു തെളിവുമില്ല. വ്യക്തമാണ്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പാപമാണ്, കാര്യമാണ്, ഏറ്റവും വലിയ പാപമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആർക്കെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും അതേപോലെ തന്നെ തൻ്റെ ഇബാദത്തുകളുടെ ഒരു പൊടി, ഒരു കഷ്ണം അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക്, ബദരീങ്ങളെ, ഉഹുദീങ്ങളെ, ജിന്നെ, മലക്കെ, അതേപോലെ തന്നെ ശൈത്താനെ, ഇങ്ങനെ ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൻ മുശ്രിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ കാലാകാല നരകത്തിലാണ്, നരകത്തിൽ നിന്നും കരകയറുന്ന പ്രശ്നമില്ല, അവന് സ്വർഗം ഹറാമാണ്. എവിടെയാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാണ്. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് സഹായികൾ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി എന്താണ് നേർച്ച എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഒരു വേറെ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു നേർച്ചയുണ്ട്. ഇസ്ലാം പഠിപ്പിക്കാത്ത ഹറാമായ ശിർക്കായ കുഫ്രായ നേർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ നേർച്ചയുടെ പേരിലാണ് ഇവിടെയുള്ള ഈ കാണുന്ന തോന്നിവാസങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വെള്ള വസ്ത്രധാരികളായ തലയെക്കെട്ടുകാരായ ആളുകൾ നേതൃത്വം കൊടുത്ത് ഈ ആനയെയും അമ്പാരികളെയും ബാൻഡ് മേളങ്ങളും DJ പാർട്ടികളും അതേപോലെ തന്നെ ഗായികമാരെയും ഗായകന്മാരെയും നർത്തകളെയൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന നേർച്ചകളുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ പേരിലാണ് ഇത് നടക്കുന്നത്. എത്ര സങ്കടകരമാണ്! ദീനിൻ്റെ പേരിലാണ് ഇത് നടക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു സംഗതിയാണെന്ത്? അള്ളാഹുവിനോട് നേർച്ച നേർന്നു, ഒരു നിബന്ധന, കണ്ടീഷൻ വെച്ചുകൊണ്ട്, എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ പാവപ്പെട്ടവന് ഇത്ര രൂപ കൊടുക്കും, എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, എൻ്റെ കുട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, ഒരു 500 രൂപ ഞാൻ പള്ളിക്ക് കൊടുക്കും, മദ്രസ കൊടുക്കും. കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ച, അത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല. ഒരാളങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അയാളത് വീട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാനത് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നത് മാറ്റി കൊടുത്തെങ്കിലേ ഈ സാധുവിന് എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ, പശി അടക്കാൻ. ഓൻ്റെ പള്ളയിലേക്ക് എന്തെങ്കിലും ആവാൻ ഈ ചങ്ങായി എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇവൻ്റെ പ്രയാസം നീക്കി കൊടുക്കാം, എന്നാലല്ലേ ആ അനാഥയ്ക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ, സാധുവിന് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടോ? അള്ളാനെ നിർബന്ധിതനാക്കുക. ഈ നേർച്ച നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ചെയ്യുന്ന, നമ്മളെ നാട്ടിലെ നേർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. കുട്ടിക്ക് നല്ല ജോലി കിട്ടിയാൽ, കുട്ടിക്ക് നല്ല വരനെ കിട്ടിയാൽ, കുട്ടിക്ക് നല്ല വധുവിനെ കിട്ടിയാൽ, പ്രയാസം മാറിയാൽ കൊടുക്കും. ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇത് അദബ്-കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദബ്-കേടാണ്. ഈ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഈ നേർച്ചയുടെ സാധാരണ ഇബാദത്തുകളെ പോലെയുള്ള ഇബാദത്തല്ല നേർച്ച. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നേർച്ച എന്ന ഇബാദത്ത് തന്നെ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അഥവാ ഒരു സുന്നത്തായ കാര്യം നിർബന്ധമായും ഞാൻ ചെയ്യുമെന്നാണല്ലോ ഈ പറയുന്നത്. അയാൾക്ക് അതങ്ങോട്ട് ചെയ്താൽ മതി, അയാൾ പിന്നെ ഒന്ന് നേർച്ചയാക്കേണ്ട ആവശ്യമില്ല, ചെയ്താൽ മതി. പാവപ്പെട്ടവനൊക്കെ നേരം മറിച്ച് അയാൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞാൽ അയാൾ കുറ്റക്കാരനായി. നിർബന്ധമായും മനുഷ്യന്മാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മനുഷ്യന്മാർക്ക് ചെയ്യാൻ നിർബന്ധമായും കഴിയാത്ത കാര്യങ്ങളും എന്നാൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അത് സുന്നത്താക്കി അല്ലാഹു വെച്ചതാണ്. പിന്നെ ആ സുന്നത്തായ ഒരു കാര്യത്തെ എടുത്തിട്ട് ഞാൻ നിർബന്ധമായും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക,
അതുകൊണ്ട് ചില പണ്ഡിതന്മാർ നേർച്ച എന്ന് പറഞ്ഞ ഇബാദത്തിനെ കറാഹത്താണ്, വല്ലാതെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ചെയ്താൽ അത് വീട്ടുന്നവരാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ നേർച്ച ഈ പറയപ്പെട്ട ഷർത്ത് വെച്ചിട്ടുള്ള കുട്ടിയുടെ രോഗം മാറിയാൽ ഞാൻ ചെയ്യും എന്നുള്ള നേർച്ച അതേതായാലും പാടില്ല. ഇനി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതായ നേർച്ചയെക്കുറിച്ച് തന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേർച്ച എന്ന് പറഞ്ഞാൽ ഖദറിനെ മാറ്റൂല. പിശുക്കന്റെ കയ്യിൽ നിന്നും സമ്പത്ത് പുറത്തെടുക്കാനല്ലാതെ അത് ഉപകാരപ്പെടൂല. എന്താ, ഒന്നും കൊടുക്കാത്തവനാ, പക്ഷെ ഓൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു. അപ്പോൾ അവൻ പറയണത് എന്താ? അവൻ പറയണത് എൻ്റെ പ്രയാസം മാറിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ മാറി അവൻ കൊടുത്തു. അപ്പോൾ ഓൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇറക്കാത്തവനാണ് അവന്. അഥവാ ഓൻ്റെ കയ്യിൽ നിന്നും ഇറക്കാനുള്ളൊരു വഴിയായി. അതല്ല ഇപ്പോൾ ഓനത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൻ നേർച്ച നേർന്നു, അതുകൊണ്ട് ഇവൻ്റെ പ്രയാസം മാറ്റിക്കൊടി ഇവൻ്റെ പ്രയാസം ഈ സാധുവിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ പ്രയാസം മാറ്റി കൊടുക്കുക എന്ന് അള്ളാഹു തീരുമാനിക്കോ? ഇല്ല. ഇവൻ നേർച്ച നേർന്നുകൊണ്ട് ഇവൻ്റെ തലവര മാറുമോ, കതിർ മാറുമോ? ഇല്ല. അള്ളാഹ് തീരുമാനിച്ചതേ നടക്കൂ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നേർച്ചയുടെ വിഷയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ നിർബന്ധമാണ്. നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിർബന്ധം. ഏത് നല്ല കാര്യമാണോ നേർച്ച നേർന്നാൽ നിർബന്ധമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലഘട്ടം, അദ്ദേഹം ജാഹിലിയത്തിലുള്ള കാലഘട്ടം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനായതിനു ശേഷം, വിശ്വാസിയായതിനു ശേഷം റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, കുൻതു നദർതു ഫിൽ ജാഹിലിയത്തി അൻ അഅതകഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം. മസ്ജിദിൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫ് ഇരിക്കണമെന്ന് ഞാൻ മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കാബക്ക് ചുറ്റുള്ള പള്ളിയാണ്, ഹറമാണ്. അത് മക്കയിലെ മുശ്രിക്കുകൾക്കും അതിനോട് ബഹുമാനമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ഒരു നേർച്ച എറിഞ്ഞിരുന്നു, എന്ത്, മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന്. അത് കാഫിറായിരുന്ന കാലഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുസ്ലിം ആയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച വീട്ടണം. അപ്പം ഏതൊരു നല്ല കാര്യത്തിനും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടേണ്ടതുണ്ട്. എന്നാൽ ചീത്ത കാര്യങ്ങൾക്ക് നേർച്ച നേർന്നാൽ വീട്ടേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു. അവനതിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തണം. ഹറാമായ കുടുംബം തകർക്കാൻ വേണ്ടി, ഒരാളെ ആക്രമിക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നേർച്ച നേർന്നാൽ അത് അയാൾ വീട്ടേണ്ടതില്ല. അയാൾ അതിന് ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെയുള്ള നേർച്ചയില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ അവർ നേർച്ച നേർന്നു, നേർച്ച വീട്ടാതെ അവർ മരിച്ചുപോയി. നമ്മുടെ ഉപ്പക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, പള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം എന്ന് നേർച്ചേർന്നു. ഞാൻ കൊടുക്കണമെന്ന് നേർച്ചേർന്നിട്ടുണ്ട്, നമ്മോട് വസിയത്തും ചെയ്തു. പക്ഷെ വാപ്പക്ക് അത് നേർച്ച വീട്ടാൻ കഴിഞ്ഞില്ല, ഉമ്മക്ക് നേർച്ച വീട്ടാൻ കഴിഞ്ഞില്ല. അത് ഹലാലായ സുന്നത്തായ കാര്യമാണ് നേർച്ചയാക്കിയത്. ഈ കാര്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മക്കൾക്ക് വീട്ടിൽ അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, കാരണം അത് ബാധ്യതയായി കിടന്നു, വാപ്പ ബാധ്യതയാക്കി വെച്ചു. അപ്പോൾ വാപ്പാനോട് സ്നേഹമുള്ള മക്കൾ എന്താക്കണം? അത് വീട്ടണം. അന്ന സഅദ് ബിൻ ഉബാദ അൽ അൻസാരി ഇസ്തഫ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഫതൂഫിയത് ഖബല അൻ തഖദിയഹു ഫീ നദ്രിൻ കാന അല ഉമ്മിഹി ഫതൂഫിയത് ഖബല അൻ തഖദിയഹു. ഒരു നേർച്ച ഉണ്ടായിരുന്നു ഉമ്മാക്ക്, പക്ഷെ ഉമ്മ വീട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഫഅഫ്താഹു അൻ യഖദിയഹു അൻഹാ ഫകാനത് സുന്നതൻ ബഅദു. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ നേർച്ച വീട്ടാൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നേർച്ചയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലുള്ള നേർച്ച എന്താണ്? എന്നാൽ ഇന്ന് ആണ്ട് നേർച്ചകളും അതേപോലെ തന്നെ പൂരപ്പറമ്പുകളായി നടക്കുന്ന, ഖബറിൻ്റെ ചുറ്റും നടക്കുന്ന ഈ കരിമരുന്ന് പ്രയോഗങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം പൊട്ടിക്കലും അതേപോലെ തന്നെ ശിങ്കാരിമേളവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നേർച്ചയുടെ പേരിൽ, ആണ്ട് നേർച്ചയുടെ പേരിൽ, ചന്ദനക്കൂടം നേർച്ചയുടെ പേരിൽ നടക്കുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അവിടെ നടക്കുന്നത് ശിർക്കും കുഫറും അതേപോലെ തന്നെ വഴിവിട്ട കാര്യങ്ങളും ഹറാമുകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന്, തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേർച്ച
അത് ഒരു സുന്നത്തായ കർമ്മം നിർബന്ധമാക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരാൾക്ക് നേർച്ച വീട്ടാൻ കഴിഞ്ഞില്ല, വീട്ടാൻ കഴിയാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാണ്. ഈ കുറ്റത്തിൽ നിന്നും അയാൾ രക്ഷപ്പെടണമെങ്കിൽ അയാൾ പ്രായശ്ചിത്തം നടത്തണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖത്തുമുൽ അയ്മാൻ. സത്യം ചെയ്യുക എന്നുള്ളതും ഞാനൊരു സാധനം ഉറപ്പായിട്ടും ചെയ്യും എന്ന സത്യം ചെയ്യൽ, അതേപോലെ തന്നെ ഞാനൊരു സംഗതി ചെയ്യും എന്നുള്ള നേർച്ചയാക്കുക, ഇത് രണ്ടും വീട്ടൽ നിർബന്ധമാണ്. ഇങ്ങനെ സത്യം ചെയ്തു ഒരാൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ നിർബന്ധമാണ്. എന്നാൽ വലാകിൻ യുആഖിദുകും ബിമാ അഖത്തുമുൽ അയ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം പഠിപ്പിച്ചതിന് ശേഷം പറയാണ്, ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫകഫാറതുഹു ഇത്ആമു അശറതി മസാകീൻ. ഒരാൾക്ക് നേർച്ച നേർന്നു, സത്യം ചെയ്തു, അയാൾക്ക് വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. മിൻ ഔസതി മാ തുതഇമൂൻ, നിങ്ങൾ സാധാരണ കൊടുക്കുന്നതായ രീതിയിൽ കഴിക്കുന്നതായ രീതിയിലുള്ള ഭക്ഷണം 10 സാധുക്കൾക്ക് കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. ഇല്ലെങ്കിൽ പരലോകത്ത് കൊടുക്കുന്നർത്ഥം. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് നേർച്ചയാണ്, നാവെടുത്താൽ നേർച്ചയാണ് ചില ഉമ്മാരൊക്കെ, പിന്നെ അതങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം. ഔ തഹ്രീറു റഖബത്തിൻ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം, ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കണം. ദാലിക കഫാറത്തു അയ്മാനികും, ഇതാണ് നിങ്ങൾ ശപഥം ചെയ്തതിൻ്റെ കഫാറത്ത്. ഇദാ ഹലഫ്തും, അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വഹ്ഫദൂ അയ്മാനക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഈ ശപഥങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നിസ്സാര കാര്യമല്ല. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു പോവുക, എന്തെങ്കിലും കാട്ടാൻ പറ്റൂല, അത് നിർബന്ധമാക്കിയോ ഞാൻ ചെയ്തോളാം ഏറ്റെടുത്തതാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ കഫാറത്താണ് ഇവിടെ പറയുന്നത്. ഒരാൾ നേർച്ച ശരിക്ക് വീട്ടിയിട്ടില്ലെങ്കിൽ അയാൾ കഫാറത്ത് ചെയ്യണം. സഹോദരന്മാരെ, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ, അവിടെ ആനകളെ കൊണ്ടുവരുന്നു, ആനക്ക് മതമിളകുന്നു, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു, അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പരിക്കുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ ഞങ്ങൾക്കതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാണ്. ഞങ്ങൾക്കൊരു യാതൊരു ബന്ധവുമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ജാറം മൂടുക, ഖബർ കെട്ടിപ്പൊക്കുക, അവിടെ ഉത്സവമാക്കുക, ഖബർ സിയാറത്ത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കും. പടച്ചോനെ, എനിക്കും ഇങ്ങനെ കെടുക്കാനുള്ളതാണല്ലോ, ഞാനും പോകാനുള്ളതാണല്ലോ എന്ന പരലോകബോധവും മരണബോധവും ഉണ്ടാക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേരും പറഞ്ഞുകൊണ്ട് മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഖബറുകൾക്ക് കെട്ടിയുണ്ടാക്കുന്നു. മഹാന്മാരാണോ എന്ന് അറിയില്ല, ആണെങ്കിൽ തന്നെ കെട്ടിയുണ്ടാക്കാൻ പാടുണ്ടോ? ജൂത ക്രിസ്ത്യാനികളുടെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖദൂ ഖുബൂറ അംബിയാഇ മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ ഖബറുകളെ കെട്ടി ഉയർത്തി പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ഉറൂസിന്റെ കേന്ദ്രങ്ങളാക്കിയ ആളുകളാണ് ജൂത ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അല്ലാഹു അവരെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മഹാന്മാരുടേത് പോലും കെട്ടിയുണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ ഖബറുകൾ കെട്ടിയുണ്ടാക്കി, അവിടെ എടുപ്പ് ഉണ്ടാക്കി, എന്നിട്ട് അവിടെ ജാറം മൂടുന്നു, ജാറം മുത്തുന്നു, അന്യമതസ്ഥരുടെ ഷിയാറുകളായ, അടയാളങ്ങളായ നിലവിളക്കുകൾ വെക്കുന്നു, അവിടെ ഉറുക്കും ഏലസും കെട്ടിക്കൊടുക്കുന്നു. മൻ അല്ലക തമീമത്തൻ ഫഖദ അശ്റക, ആരെങ്കിലും ഉറുക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ശിർക്ക് അവിടെ നടത്തുന്നു. അവിടെ ആളുകൾ വരുന്നു, സമ്പത്ത് കൊടുക്കുന്നു. ഇങ്ങനെ സഹോദരന്മാരെ, ഇതൊരു കച്ചവടമാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ പോലെ പണ്ഡിത പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ അനർഹമായി ജനങ്ങളുടെ സമ്പത്ത് കീശിയിലാക്കുന്ന, തിന്നുന്ന ആളുകളാണ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ. ആലോചിച്ചു നോക്കണം. ദീനിന്റെ പേരും പറഞ്ഞ് സമ്പത്ത് ഹറാമായ രീതിയിൽ പിടുങ്ങുന്ന ആളുകൾ ആരാണ് സഹോദരന്മാരെ? ഇതും ദീനും എന്തു ബന്ധമാണുള്ളത്?
അവിടെ പോയിട്ട് കാണിക്ക കൊടുക്കുന്നു. ജാറങ്ങൾക്ക് പേരിൽ കേസ് നടക്കുന്നു. ജാറം ലേലം വിളി നടത്തുന്നു. കഴിഞ്ഞ വർഷം ഭീമാപ്പള്ളി ജാറം കേരളത്തിൽ ഏറ്റവും വലിയ അറിയപ്പെട്ട ജാറ 7.5 കോടി രൂപക്കാണ് 7.5 കോടി രൂപക്കാണ് ലേലത്തിന് വിറ്റത്. ലേലം വിളിക്കുക ഇസ്ലാമിൻ്റെ പേരിൽ. അത് അപ്പോൾ സഹോദരന്മാരെ പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ പുതിയങ്ങാടി യാഹൂ തങ്ങളുടെ പേരിലാണ് ഈ ഖബറുള്ളത്. അവിടെ യാഹൂ തങ്ങൾക്ക് 2 ഖബറാണ്. എങ്ങനെ ഒരാൾക്ക് 2 ഖബറുണ്ടായത്? ഈ പറയപ്പെട്ട വ്യക്തി മരണപ്പെട്ടപ്പോൾ 2 കൂട്ടർക്കും ഖബർ വേണം, മയ്യത്ത് വേണം. 2 കൂട്ടർക്കും ഖബർ വേണം. കാരണം അത് വരുമാനമാണ്. അപ്പൊ പ്രശ്നമായി. 2 മഹല്ല് 2 കൂട്ടർ തമ്മിൽ പ്രശ്നമായി. കയ്യൂക്കുള്ളവൻ അവൻ്റെ സ്ഥലത്ത് അവിടെ മറമാടി. അപ്പോൾ മറ്റേ ആൾക്കാർ പ്രശ്നം വലിയ രൂക്ഷമായ പ്രശ്നമായി. അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടത്ര എൻ്റെ അടുത്ത് യാഹൂ തങ്ങൾ വന്ന് പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് മറ്റേ ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു ഖബറും കൂടി ഉണ്ടായിക്കോളി, ഞാൻ 2 സ്ഥലത്തും വന്ന് കിടന്നോളാം. വെറുതെ പറഞ്ഞതല്ല. 2 ഖബർ, ഒരു മനുഷ്യൻ 2 ഖബർ. സഹോദരന്മാർ, ഇത് പൈസ ഉണ്ടാക്കലാണ്. ഇത് വെറും പൈസ ഉണ്ടാക്കലാണ്. അള്ളാഹുവിൻ്റെ ദീന് പിന്നെ കളഞ്ഞു കുളിച്ച് പാവപ്പെട്ട ആളുടെ സമ്പത്ത് പിന്നെ കൈക്കലാക്കലാണ്. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ്. അല്ലാതെ ഇതും ദീനും എന്ത് ബന്ധം? എന്നിട്ട് അവിടെ പൂരപ്പറമ്പ് പോലെ ആനയും അമ്പാരിയും കരിമരുന്ന് പ്രയോഗവും ഇതിനൊക്കെ ഫത്വ കൊടുക്കുകയാണ് പണ്ഡിതന്മാർ. പടക്കം പൊട്ടിക്കണീന് പ്രശ്നമില്ല, ചെണ്ട മുട്ടണീന് പ്രശ്നമില്ല, അതേപോലെ തന്നെ കോയിൽ വിളിക്കണീന് പ്രശ്നമില്ല. ഇതിനൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ഇവരുടെ പണ്ഡിതന്മാരൊക്കെ എല്ലാത്തിനും ഫത്വ കൊടുത്തു. ആന കൊണ്ടിരുന്നതിന് പ്രശ്നമില്ല. എന്നിട്ടിപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത്, ബുദ്ധി പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സീനാകുന്ന സമയത്ത് ഞങ്ങളിതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണം. പിന്നെ ഇതാരാ പഠിപ്പിച്ചത്? ആരാണ് അവിടെ സംഘടിപ്പിക്കുന്നത്? ആരാണ് പെട്ടിവരവിന് നേതൃത്വം കൊടുക്കുന്നത്? അപ്പോൾ ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. ആരും കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ ഇത്? മുത്തുനബിയും അമ്പിയ ഔലിയാക്കന്മാരും പഠിപ്പിച്ചിട്ടുണ്ടോ? ഷാഫി ഇമാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് അള്ളാൻ്റെ ദീനാണ്, ദീനിൻ്റെ ഇബാദത്താണ്. ഇതുകൊണ്ടാണ് കളിക്കുന്നത് സഹോദരന്മാർ. ഇത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതുപോലുള്ള സംസാരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ജനങ്ങൾക്ക്. ഇത് ദീനിൽ ആളുകളുടെ സമ്പത്ത് പോയിക്കോട്ടെ, സമ്പത്ത് പോട്ടെ നോക്കുക. ആളുകളുടെ വിശ്വാസവും കൊള്ള ചെയ്യപ്പെടുകയാണ്. ശിർക്കൻ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസങ്ങളിലേക്ക് വരികയാണ്. എന്നിട്ട് ദുനിയാവും ആഖിറവും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് അറിയില്ല. ഈ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് മനസ്സിലാക്കി, വിശ്വാസം മനസ്സിലാക്കി ജീവിക്കുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ദീന് നന്നായി പഠിക്കാനും ആ പഠിച്ച ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.